ഓ ദൈവമേ, രാജാധിരാജദേവാ, ആദിയന്തം ഇല്ല മഹേശനേ, സർവലോകം അങ്ങയെ വന്ദിക്കുന്നേ, സാധു ഞാനും വീണു വണങ്ങുന്നേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. സൈന്യങ്ങളിൽ നായകനങ്ങല്ലയോ, ധന്യനായ ഏകാധിപതിയും. ഇമ്മാനുവേ, വീരനാം ദൈവവും നീ, അന്യമില്ലേതും തവ നാമം പോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. അത്യഗാധം ആഴിയാനന്ദവാനം, താരാജാലം കാനന പർവ്വതം, മാരിവില്ലും താരും തളിരുമെല്ലാം നിൻമഹത്വം ഘോഷിക്കും സന്തതം. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. എന്നെ ഇത്രമേൽ സ്നേഹിക്കുവാ എൻ ദൈവമേ, എന്തുള്ളു നീജന്യ. നിൻരുധീരം തന്നെന്നെ വീണ്ടെടുപ്പാ, ക്രൂശിലോളം നീ നിന്നെ താഴ്ത്തിയോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന് 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂടെ യേശുവുണ്ട്. നിങ്ങളുടെ ജീവിതയാത്രയിൽ വഴിയത്ര ഭീകര യാത്രയിലൂടെയാണെങ്കിലും നിങ്ങൾ കടന്നു പോകുന്നത്. ജീവിത സാഹചര്യങ്ങൾ എത്ര മോശമായാലും, ആരൊക്കെ നിങ്ങളെ മറന്നാലും, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ, വാഗ്ദത്തങ്ങൾ മാറുന്നില്ല. ആകാശം മാറിപ്പോകാം, ഭൂമി മാറിപ്പോകാം, കർത്താവിൻ്റെ വാക്കുകൾ മാറുന്നില്ല. 28-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള കാര്യങ്ങളാണ് പറയാം. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം നേരം വെളുക്കുമ്പോൾ മദ്ദലക്കാരത്തി മറിയം മറ്റേ മറിയം കല്ലറ കാണാൻ ചെന്ന് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി.
കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ച് മരിച്ചവരെ പോലെയായി. അപ്പം ദൂതൻ സ്ത്രീകളോട് പറയാണ്, ഭയപ്പെടേണ്ട. ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്, ഭയപ്പെടേണ്ട. ബൈബിളിൽ 365 പ്രാവശ്യം ഈ വാക്കുകൾ ഉദ്ധരിച്ചിരിക്കുന്നു. കാര്യം, ഓരോ ദിനവും ഭയപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങൾ നാം നേരിട്ടേക്കാം. എന്നാൽ ആ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാണ്, നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ദൂതൻ സ്ത്രീകളോട് പറയാണ്, ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ. ക്രൂശിക്കപ്പെട്ട യേശു ഇനിയില്ല, അന്വേഷിക്കുന്നതെന്നും അറിയുന്നു. പറയണം, അവൻ ഇവിടെ ഇല്ല. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. നാം അന്വേഷിക്കേണ്ടത് ക്രൂശിക്കിടക്കുന്ന യേശുവിനെ അല്ല, ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് പറയാം, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ, അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവീൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടുകൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റു. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ അവരുടെ അടുത്ത് ചെന്ന് അവരെ കാൽ പിടിച്ച് അവരെ നമസ്കരിച്ചു. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. വീണ്ടും ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് നമ്മളോട് പറയാനുള്ളത് ഭയപ്പെടേണ്ട. നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകുവിനെന്ന് പറഞ്ഞു. അവർ എന്നെ അവിടെ കാണുമെന്ന് പറഞ്ഞു. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തിട്ട്, ശിഷ്യന്മാർ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവിൻ. വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിലെത്തി. എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ചു, നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്ന് വരെ യൂതന്മാരുടെയിൽ പരക്കെ നടപ്പായി. എന്നിട്ടാണ്, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ ഇരിക്കുമ്പോൾ യേശു കൽപ്പിച്ചതുപോലെ മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരൊക്കെ സംശയിച്ചു. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കത്തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കി കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് യേശു അരുളി ചെയ്തു. ഇങ്ങനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് നിങ്ങൾക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തായിക്കോട്ടെ, അവസ്ഥ എന്തായിക്കോട്ടെ, നിങ്ങളെ അതിൽ നിന്ന് പൂർണ്ണമായി വിടിവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങൾക്ക് നിത്യജീവന അവകാശികളായി തീരാൻ ഈ യേശുവിൽ വിശ്വസിച്ചാൽ മതി. ദൈവവചനം പറയാണ്, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും കൂടെ രക്ഷപ്രാപിക്കും. ഇന്ന് ധൈര്യത്തോടെ നമുക്ക് ആ യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വരാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ശബ്ദം, ഇമ്പമുള്ള ശബ്ദം ഇവർ കേൾക്കട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. എല്ലാ ബാധ്യതകൾ മാറി ജനം, ഈ പ്രാർത്ഥന കേൾക്കുന്ന ജനം ഫ്രീ ആവട്ടെ, സൗഖ്യമാകട്ടെ. ശരീരങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യം തിരിച്ചറിയട്ടെ. കർത്താവായ യേശുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങൾ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ ഇത്രമേൽ സ്നേഹിക്കുവാൻ എൻ ദൈവമേ എന്തുള്ളു നീജന്യ നിൻരുധിരം തന്നെന്നെ വീണ്ടെടുപ്പാൻ ക്രൂശിലോളം നീ നിന്നെ താഴ്ത്തിയോ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങത്രയോ മഹോന്നതൻ.
അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ, അങ്ങെത്രയോ മഹോന്നതൻ.